മല്ലു എസ്കോബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര നമ്മൾ പോകുന്നത് മറ്റെങ്ങോട്ടോ അല്ല, കേരളത്തിലെ തന്നെ ഞങ്ങൾ പത്തനംതിട്ടക്കാരുടെ അഹങ്കാരമായ ഗവിയിലേക്കാണ്. ഓർഡിനറി എന്നൊരൊറ്റ ഫിലിം കൊണ്ട് ഇത്രയധികം ഫേമസ് ആയ ഒരു സ്ഥലം. അങ്ങനെ അതിരാവിലെ തന്നെ ഞങ്ങൾ കൂട്ടുകാർ 4 പേരും ചെങ്ങന്നൂരിൽ നിന്നും എൻ്റെ കാറിൽ യാത്ര തിരിച്ചു. അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്നും കോഴഞ്ചേരി വഴി റാന്നി വഴി അങ്ങനെ പോകാനായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. നമുക്ക് നേരെ കാശികളിലേക്ക് പോവാം. പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ എരുമേലി പോകാൻ വേണ്ടി വരുമ്പോൾ എപ്പോഴും മന്ദമാരുതിയിലെ ഈ ഒരു കാട്ടിലൂടെ ഉള്ള ഒരു റൂട്ടാണ് എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയുള്ളൊരു റൂട്ടാണ്. അങ്ങനെ റാന്നിയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ലക്ഷ്യത്തിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ റാന്നി ടൗൺ എത്തി ഒന്നൊരു സിറ്റിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ഹോട്ടൽ ആനന്ദോ കണ്ടതും അവിടെ നിന്നായിരുന്നു ഞങ്ങൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ കാലത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് കോളേജിൽ പഠിച്ച കൂട്ടുകാരും എല്ലാവരും കൂടെ കൂടി വളരെ കാലത്തിന് ശേഷമാണ് ഒരു ഒരുമിച്ചുള്ള യാത്ര. ഇത് ഗവിയിലേക്കാണ്. പത്തനംതിട്ടക്കാരനായിട്ട് പോലും ഞാനിതുവരെ ഗവി പോയി കണ്ടിട്ടില്ല. അത് നാണക്കേടാണ്. എന്തായാലും ഇന്ന് അത് നികത്തുകയാണ്. അപ്പം നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഓക്കെ. അജിൻ പറഞ്ഞ ആ ഒരു കാര്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, കാരണം ഒരുപാട് ലാൻഡ്സ്കേപ്പ്, ഒരുപാട് ഫോറസ്റ്റ് സ്പീഷീസ്, ഒരുപാട് മൃഗങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലം ഇത്രയും അടുത്തുണ്ടായിട്ട് പോയില്ലല്ലോ ഇത്രയും നാളൊന്ന്. അതിന് ഇത്രയും കാലം വേണ്ടി വന്നു പോകാനായിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കേരളത്തിൽ എവിടെയുള്ള ആളാണെങ്കിലും ഈവൻ പത്തനംതിട്ടക്കാരനാണ് ഇത് കാണുന്നെങ്കിൽ പോലും തീർച്ചയായിട്ടും എൻ്റെ ഒരു വിചാരം ഇവിടെ പോകാൻ ഭയങ്കര പാടാണോ, പാസ് എടുക്കണം, ഒരുപാട് മെനക്കെട്ട പരിപാടികളുണ്ടെന്നൊക്കെ ഒരു വിചാരം കൊണ്ടാണ് ഇത്ര നാൾ സത്യമേ നടക്കാൻ. പക്ഷെ മല്ലു ഡ്രോൺ ട്രാവലർ എന്ന് പറഞ്ഞൊരു ഇക്കയുടെ വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ടായി. അപ്പോൾ അതിൽ കണ്ടപ്പോഴാണ് ഗവി കക്കി പാസ് ഓൺലൈൻ ഒരു ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് ജസ്റ്റ് നമ്മൾ എന്നാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു 3 ദിവസം മുന്നേ ബുക്ക് ചെയ്യണം. അത് ഒരാൾക്കൊരു 100 രൂപയുടെ ബുക്കിംഗ് മാത്രം വരുന്നുള്ളൂ. അത്രയും സിമ്പിളാണ് പരിപാടി എന്ന് എനിക്ക് ഇപ്രാവശ്യമാണ് മനസ്സിലായത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണ് നിങ്ങൾ പോകാതിരിക്കുന്നതെങ്കിൽ അതെല്ലാം നമുക്ക് ഈ വീഡിയോ കൊണ്ട് മാറ്റിത്തരാം. കാരണം അത്രയധികം സിമ്പിളാണ് നമുക്ക് ഗവിയിലേക്ക് പോകാനായിട്ടുള്ളത്. ഒരു സൺഡേ കിട്ടുവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ പോയിട്ട് കറങ്ങി അടിച്ച് ചില്ല് ചെയ്ത് തിരിച്ച് വീട്ടിലെത്താം രാത്രിയാകുമ്പോഴത്തേനും. ഇപ്പം ഞങ്ങൾ പോകാനായിട്ട് എടുത്തൊരു റൂട്ടെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിൽ നിന്നും റാന്നി എത്തി. റാന്നിയിൽ നിന്നും നമ്മൾ എരുമേലി പോകുന്ന റൂട്ടിൽ കരിക്കല്ല് മൂഴി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ കയറണം. അവിടെ നിന്ന് പിന്നെ മണിപ്പുഴ, മുക്കൂട്ടുതറ, പമ്പാവാലി റോഡ്. മുക്കൂട്ടുതറ പമ്പാവാലി റോഡിൽ നമ്മൾ കയറിയിട്ട് പ്ലാപ്പള്ളി എത്തുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഗൂഡറിക്കൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്ന ചെക്ക് പോസ്റ്റിൻ്റെ പേരാണ് ആങ്ങമൂഴി ഗൂഡറിക്കൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു ഓൺലൈനായിട്ട് എടുത്തേക്കുന്ന പാസിന് നമ്മളവിടെ കാണിച്ച് നമുക്ക് അവിടെ നിന്ന് ഒരു ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ തരും. അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയെ കാണാം. നമ്മൾ ഈ പോകുന്ന വഴി തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. നമ്മൾ അതിരാവിലെ പോകുന്ന സമയത്ത് ആ ഒരു സൂര്യൻ്റെ പ്രകാശവും അവിടെ താഴെക്കൂടെ ഒഴുകുന്ന ചെറിയ അരുവികളും ഒക്കെ ആയിട്ട് പത്തനംതിട്ടയുടെ ആ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു. ഇങ്ങനെ ഇതുപോലെ നല്ല ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഫോട്ടോ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളത്ത് എത്തുമ്പോൾ ഞങ്ങളിങ്ങനെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും ചുറ്റുപാടും ഒരു കണ്ണ് വേണം. കാരണം ആനയൊക്കെ വന്നാൽ നമ്മൾ അറിയില്ല. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ഒരുപാട് പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ വന്നിറങ്ങുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയാൽ ശബരിമലയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ എടുത്തിട്ടാണ് പിന്നെ ആങ്ങാമൂഴിയിലേക്കുള്ള ഒരു റൂട്ടിൽ കയറുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഗവിയിൽ നിന്നും ശബരിമല കാണാനൊക്കെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് വേണം നമ്മൾ പോകാനായിട്ട്, പ്ലാപ്പള്ളി ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്.
ഇൻഡിക്കേറ്റർ നിർത്തി അടി കഴിഞ്ഞാണ് പയ്യെ പയ്യെ കാട്ടിൽ നിന്ന് പെട്ടെന്നായിരിക്കും ആന ഇറങ്ങി വരുന്നത്. പുലി വന്നാ പോട്ട് കുഴപ്പമില്ല, ആന വന്നാലോ വിഷയം. പുലി വന്നാ നമ്മള് വണ്ടിക്കകത്തല്ലോ. ഒരു ദിവസം ഏകദേശം 30 വണ്ടികൾക്കാണ് ഗവിയിലേക്ക് പോകാനുള്ള ഒരു പാസ് കിട്ടുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ശനിയാഴ്ചയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും നമുക്ക് ടിക്കറ്റിൻ്റെ ഓപ്പൺ ആവും. അപ്പോൾ വ്യാഴാഴ്ച തന്നെ ശനിയാഴ്ചത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ നോക്കുക. ഞാൻ അതിനുള്ള ലിങ്ക് ഞാനത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ആ ഒരു സൈറ്റിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. വളരെ സിമ്പിളാണ്. അതുപോലെ അതിലിപ്പോൾ ബുക്കിംഗ് അതിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൽ നമ്മൾ പൈസ പോയാലും നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കണം. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടാണ് ഇപ്പോൾ ഈ കാണേണ്ട ഒരു ടിക്കറ്റ് നമുക്ക് ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആങ്ങമൂഴി ഗൂഡരിക്കൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഈ ഒരു മുന്നിൽ കാണുന്ന ഒരു കെട്ടിടത്തിലാണ് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ ഒരു ഊണും കാര്യങ്ങളൊക്കെ പൊതിച്ചോറിൻ്റെ ഞാൻ ആ നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യണം നമുക്ക്. കാരണം മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ അവിടെ ഊണ് കാര്യങ്ങൾ കഴിക്കാനായിട്ട് ഹോട്ടൽസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരത്തെ പൊതിച്ചോറിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് മേടിച്ചിട്ട് പോകാം. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഗവി എക്കോ ടൂറിസത്തിൻ്റെ ബസ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് യാത്രികരുണ്ടായിരുന്നു അതിൽ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറില്ല അല്ലെങ്കിൽ കാറിന് വരാൻ ഒരു ഓപ്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ഒരു 100-300 രൂപയേ ഉള്ളൂ ഈ ഒരു ബസ്സിൽ കയറി വരാനായിട്ട്. സുഖമായിട്ട് നമ്മളിപ്പോൾ കാറിൽ പോകാനാണെങ്കിലും ഇടയ്ക്കൊന്നും നിൽക്കാൻ പറ്റും. എന്നാൽ പോലും ബസ്സുകൾ ഇടയ്ക്ക് നിർത്തി കൊടുക്കുകയൊക്കെ ചെയ്യും ചില സ്പെഷ്യൽ സൈറ്റുകളിലൊക്കെ വരുമ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയാണെങ്കിലും പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞങ്ങൾ ഓർത്തിരുന്നത് മുന്നേ കടകളൊന്നും കാണില്ല എന്നായിരുന്നു നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞത്. പക്ഷേ ഇതാണ് നമ്മുടെ ആങ്ങമൂഴി നമ്മുടെ ഒരു ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിക്കാം. പക്ഷെ നമ്മൾ ഫോറസ്റ്റിൽ കയറുന്നതിന് ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു പാസിൽ നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് കുപ്പികളുണ്ട് കവറുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ആങ്ങമൂഴി കഴിഞ്ഞിട്ട് വരുന്നൊരു ചെറിയ ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ ആരുടെ ID വെച്ചാണോ എടുത്ത് ആ ഒരു IDയും നമ്മുടെ ആ ഒരു പാസും കൊണ്ടു ചെന്ന് നമ്മൾ ഈ ഒരു പാസ് കടന്നു എന്നുള്ളൊരു വെരിഫിക്കേഷനാണ് സത്യം പറഞ്ഞാൽ ഇതിൽ നടക്കുന്നത്. നമ്മുടെ വണ്ടി ചെക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ പാസ് കൊണ്ട് കാര്യങ്ങൾ കൊണ്ട് പോവുക. അതെല്ലാം കൃത്യമായിട്ട് എഴുതിയിരിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് എത്ര ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടയിലുള്ളൊരു 5 മെയിൻ ഡാമിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൽ ഒരെണ്ണത്തിൻ്റെ മേളിൽ കൂടെ നമ്മൾ പോകുന്നില്ല, പക്ഷെ നമ്മൾ ആ ഡാം കാണും. അതായത് ഓർഡറിൽ പറയുവാണെങ്കിൽ മൂഴിയാർ ഡാം, കക്കി ഡാം, ആനത്തോട് ഡാം, പമ്പ ഡാം, പിന്നെ അവസാനം നമ്മുടെ ഗവി ഡാം. ഈ 5 ഡാമുകൾ അതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പോകുന്നത്. അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അത്രയും ഡാമുകൾ ഒരുമിച്ച് ഒരു യാത്രയിൽ കാണുക, ഇത്രയും ഉൾക്കാട്ടിലൂടെ ഒരു യാത്ര. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് പോയൊരു എക്സ്പീരിയൻസ് പോലെയായിരുന്നു ഈ ഒരു യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ തോന്നിയത്. കാരണം അത്രയധികം ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു നമ്മൾ ഗവിയിലേക്ക് പോകുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു നമുക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ഈ ഒരു റൂട്ട് ഭയങ്കര വെർത്താണ്. നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കണം. അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ടേക്ക് നീങ്ങിയ ആ ഒരു ടൈമിലായിരുന്നു ഇങ്ങനെ കുറേ മെക്കാനിക്കൽ പാർട്സും കാര്യങ്ങളും ഒക്കെ കണ്ട്. അപ്പം ഞങ്ങളത് കണ്ട ഒരു കൗതുകത്തിൽ വണ്ടി സൈഡാക്കിയിട്ട് അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി അതെല്ലാം ഒന്ന് നോക്കി. അപ്പോൾ അത് നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയുടെയും നമ്മുടെ ഇലക്ട്രിക് പ്ലാന്റുകളുടെയൊക്കെ പഴയ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു കൗതുകത്തിൽ പോയി നോക്കിയതാണ്. അപ്പോൾ അത് ആ ഒരു കാട് പിടിച്ച് കിടക്കുന്നിടത്ത് ആ ഒരു തുരുമ്പിച്ച ആ ഒരു മെക്കാനിക്കൽ പാർട്സ് ഒക്കെ കിടക്കുന്നതാണ്. അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഡാമായ മൂഴിയാർ ഡാം ഞങ്ങൾ കാണുന്നത്. ഇതിന് ലോവർ മൂഴിയാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂഴിയാർ ഡാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ന്യൂസിലൊക്കെ മൂഴിയാർ ഡാം തുറന്നു എന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂഴിയാർ ഡാം.
നമ്മൾ ഈ ഡാമിൻ്റെയൊക്കെ ഒരു ഏരിയയിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് സൈഡിലൊക്കെ പിന്നെ ഫുള്ള് വെള്ളക്കെട്ടും കാര്യങ്ങളായിരിക്കും. അത് ആ വെള്ളത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര പച്ച കളറാണ്. അതിനെ സൂചിപ്പിക്കുന്നത് തന്നെ ആ ഒരു ആഴത്തിനാണ്. ഒരു 190 മീറ്ററൊക്കെ ആഴമാണ് ആ ഒരു ഡാമിലെ വെള്ളത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴൊന്നും വെള്ളത്തിലേക്കൊന്നും ആ സൈഡിലേക്കൊന്നും പോവാതിരിക്കുക. കാരണം അവിടെ ഒരുപാട് CCTV ക്യാമറകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. കാരണം നമ്മുടെ ഒരു സേഫ്റ്റിയും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. അജിന്റെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലില്ല. അല്ലേ ജീവിത പാഠങ്ങളാണ്. നിങ്ങള് ആക്ച്വലി നിങ്ങളുടെ ഇതിന്റെ വ്ളോഗില് എന്നെ ആദ്യമായിട്ടായിരിക്കും കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിലൊരു 10-13 വർഷത്തെ ബന്ധങ്ങളുണ്ട്. അങ്ങനെയല്ല. അങ്ങനെ കളിച്ച് ചിരിച്ച് ആഘോഷിച്ച് മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഈ പെൻ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പെൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടറിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പെൻ സ്റ്റോക്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൽ. അപ്പോൾ ഈ ഒരു പെൻ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. കാരണം ആ ഒരു പാലും ആ ഏരിയ ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആണല്ലോ. അപ്പോൾ പെൻ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആണല്ലോ ഇത് നല്ലൊരു കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഈ റൂട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരുപാട് സ്പീഷീസിനെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതുപോലെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിനെ പറ്റി, ഡാംസിനെ പറ്റി, മൃഗങ്ങളെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കാണെങ്കിലും പുതിയതായിട്ട് കൗതുകത്തോടെ കണ്ടറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നവരൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കുട്ടികളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അങ്ങനെ ഓരോ മലനിരകളും കയറി നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കൊക്കെ എത്തി. ഇടയ്ക്ക് നമ്മൾ നല്ല ഹൈറ്റിൽ നിന്ന് താഴെ പോവും. അങ്ങനെ ഓരോ മലകൾ ചുറ്റിയാണ് നമ്മുടെ ഈ ഒരു യാത്ര. അത് തന്നെ ഒരു പ്രത്യേക രസമാണ് അത് കണ്ടിരിക്കാൻ തന്നെ. അതുപോലെ തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഈ പോകുന്ന ഒരു റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നമ്മൾ ആങ്ങാമൂടി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡ് ഗവിയിൽ എത്തുമ്പോഴാണ് പിന്നെ ഒന്ന് കുറച്ച് ഗവിയുടെ ഒരു ലാസ്റ്റ് ഫോറസ്റ്റ് റൂട്ട് തൊട്ട് വളക്കടവ് ചെക്ക് പോസ്റ്റ് വരെയാണ് കുറച്ച് നല്ല റോഡ് നമുക്ക് കിട്ടും. അതുവരെ വളരെ മോശം റോഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കൊണ്ടുവരുന്ന വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ വളരെയധികം നല്ലതാണോ എന്ന് ചെക്ക് ചെയ്തിട്ടും എയർ ഫില്ല് ചെയ്തിട്ടും വേണം ഈ റൂട്ടിലേക്ക് വരാൻ. കാരണം ഈ കാടിന് നടുക്ക് വെച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫോണുകൾക്കൊന്നും റേഞ്ച് കാര്യങ്ങളൊന്നും ഈ റൂട്ടിൽ കിട്ടില്ല. പിന്നെയും BSNL നമുക്ക് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക ഈ ഒരു റൂട്ടിൽ പോകുമ്പോഴേ. അങ്ങനെ കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കിളികളുടെ ശബ്ദവും പയ്യെ ഒഴുകി വരുന്ന ചെറിയ അരുവികളുടെ സൗണ്ടും ഒക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ആ യാത്ര മുന്നോട്ടേക്ക് തന്നെ നീങ്ങി. നമുക്ക് നല്ല ഫ്രഷ് എയർ ഉള്ളിടത്ത് നമുക്ക് ചെല്ലുമ്പോൾ ഒരു ബോഡിക്ക് ഒരു റിലാക്സേഷൻ വരത്തില്ല. ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. കാരണം അത്രയധികം വനത്തിന് നടുവിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയധികം ഓക്സിജൻ കിട്ടും. നമ്മൾ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും, ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വളരെയധികം ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ഈ ഒരു പോയ വഴിയിൽ തന്നെ ഏകദേശം ഞങ്ങൾ കരിമൂർഖൻ പാമ്പിനെയും അങ്ങനെ ഒരുപാട് സിംഹവാലൻ കുരങ്ങുകളെയും, പിന്നെ നമ്മൾ ഈ പോകുന്ന റോഡിൽ ഈ വഴിയിൽ മൊത്തം ആനപ്പിണ്ടം ഉണ്ടാവും. കാരണം നമുക്ക് സെൻസ് ചെയ്യാം, നല്ലതായിട്ട് ആനകളുടെ മണമൊക്കെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. കാരണം നമ്മൾ ശരിക്കും കാഴ്ച കണ്ട് പുറത്ത് നല്ലതായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും കയ്യിൽ ലൈറ്ററോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപ്പ് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആയിട്ട് പുറത്ത് കാടിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് മുളയിട്ടൊക്കെ നമ്മുടെ കാലിൽ കയറാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ പറിച്ച് കളയാതിരിക്കുക. കാരണം അതിൻ്റെ പല്ല് അവിടെ തന്നെ ഇരിക്കും, പിന്നെ അത് വ്രണമാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ചൊറിച്ചിലും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മൾ പറിച്ച് കളയാതെ ഉപ്പിടുവോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു അട്ടകളെയെല്ലാം നമ്മൾ കളയാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഞങ്ങൾ പയ്യെ മുന്നോട്ടേക്ക് യാത്ര ചെയ്തിങ്ങനെ വരുമ്പോഴാണ് അടിപൊളി ഒരു വ്യൂ പോയിന്റ് നമ്മൾ കാണുന്നത്. കാരണം അപ്പം നമുക്ക് മനസ്സിലായി അടുത്തൊരു ഡാം എന്തായാലും നിയർ ബൈ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതായിരുന്നു നമ്മുടെ കക്കി ഡാം. അപ്പോൾ കക്കി ഡാമിൻ്റെ റിസർവോയറാണ് ഈ ഒരു കാണുന്ന ഈ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇറങ്ങാതിരിക്കുക. കാരണം കടും പച്ച കളറിലാണ് ഒരു വെള്ളം. അതിനെ റെപ്രസെൻ്റ് ചെയ്തത് അതിൻ്റെ ആഴത്തിനെയാണ്. അപ്പം അത്രയധികം ആഴമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരിക്കലും താഴേക്കൊന്നും ഇറങ്ങി പോവാതിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഒരു ഡാം, അതായത് നമ്മുടെ കക്കി ഡാം, ഫേമസ് ആയിട്ടുള്ള കക്കി ഡാമിലേക്ക് അടുത്തു തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു യാത്രയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ കക്കി ഡാം. ഭയങ്കര രസമാണ് ഡാം കാണാൻ, ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. ഒരിക്കലും വണ്ടി ഡാമിന് നടുവിലോ അല്ലെങ്കിൽ ഈ ഒരു റോഡിൽ നിർത്താതിരിക്കുക. കാരണം ഓരോ ഡാമിലും ഓരോ ചെക്ക് പോസ്റ്റ് പോലെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം മനസ്സിൽ വെച്ചിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ കക്കി ഡാം കഴിഞ്ഞ് മുന്നോട്ടേക്ക് വരുമ്പോഴാണ് സമയം ഏകദേശം ഒരു 2 മണിയോട് അടുത്തായപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഏരിയയിലൊക്കെ എത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ ഒരു എക്കോ അടിക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിനടുത്ത് നിന്നായിരുന്നു നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ എവിടെയെങ്കിലും നിർത്തി ഭക്ഷണം കഴിക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പം ഈ ഒരു പാറക്കെട്ടിനടുത്തായിട്ട് ചെറിയൊരു അരുവി, ഒരു വെള്ളക്കെട്ട് കാര്യങ്ങളുണ്ട്. അരുവി അല്ല, ഒരു വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ അവിടെ ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഒരു സ്പേസ് ആണ്. ഇവിടെ വെച്ച് നമ്മളാണെങ്കിൽ ഒരു ചെറിയൊരു സൗണ്ട് കേൾപ്പിക്കാം കേട്ടോ. ഈ എക്കോ അടിക്കുന്ന കേട്ടോ. ഹലോ, ഇതാണ് ഈ സ്പേസിന്റെ ഏറ്റവും അടിപൊളി ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നത്. നമുക്കിവിടെ പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്. നമുക്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേസ്റ്റ് കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തണം. നമ്മൾ കൊണ്ടുവരുന്ന കവറിൽ തന്നെ അത് തിരിച്ച് നമ്മൾ കൊണ്ടുപോകാൻ പോലുള്ള സാധനങ്ങൾ ഗവിയിലോട്ട് കൊണ്ടുവരാതിരിക്കുക മാക്സിമം. അതെ അതെ, തീർച്ചയായിട്ടും ഇതൊരു അലൗഡല്ല, അതുകൊണ്ട് മാക്സിമം കൊണ്ടുവരാതിരിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾ അത് ഒരു മുൻകരുതൽ എടുക്കുക. ഓക്കെ, എനിവേ വിഷ് യു എ സക്സസ്ഫുൾ ജേർണി. അങ്ങനെ ഈ ഒരു ഏരിയയിൽ ആ പാറമടയ്ക്ക് അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഉള്ളൊരു പ്ലാനിലെത്തിയത്. വരുവാണെങ്കിൽ കുടുംബശ്രീയുടെ തന്നെ നമുക്ക് പൊതി ഇവിടെ ലഭിക്കും. 120 രൂപയാണ്, 130 രൂപയാണ്. അതുകൊണ്ട് ആദ്യം എടുക്കാം, അത് കുഴപ്പമില്ല, പറഞ്ഞു. 130 രൂപയാണ് നമുക്ക് ഒരു പൊതിക്ക് വരുന്നത്. അതിനകത്ത് തന്നെ ഫ്രഷ് ഫ്രൈ വരുന്നുണ്ട്. ഇന്ന് നമുക്കിവിടെ അയില വറുത്തതാണ് വന്നേക്കുന്നത്. അയില വറുത്തതുണ്ട്, നല്ല ടേസ്റ്റുള്ള അയില ഞാൻ തോന്നുന്നു കണ്ടിട്ട്. എനിക്കറിയത്തില്ല, കഴിച്ച് നോക്കിയിട്ട് പറയാം. അത് കൂടാതെ നമുക്ക് പൊതി നമ്മൾ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരാൾ പൊതി തുറന്നിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി അല്ല, നല്ല കുത്തരി ചോറാണ്. നല്ല കുത്തരി ചോറും അച്ചാറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചമ്മന്തി ഉണ്ട്. പിന്നെ അയില വറുത്തത് സ്പെഷ്യലാണ്. അത് കൂടാതെ നമുക്ക് ബീഫുണ്ട്. ബീഫിന് നമുക്ക് 170 രൂപയാണ് ഒരു പൊതിക്ക് വരുന്നത്. ടോട്ടൽ 170 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അതല്ലാതെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നമ്പറിൽ കൊടുത്ത് അവർ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വീട്ടിൽ നിന്ന് തന്നെ ഹോംലി ഒരു മീലായിട്ട് തന്നെയാണ് തോന്നുന്നത്. എല്ലാം വളരെ നന്നായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വേസ്റ്റ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് വണ്ടിയിൽ തന്നെ കീപ്പ് ചെയ്യുക. നിങ്ങളത് കൊണ്ടുപോകാൻ ഇവിടെ ഒരിക്കലും വിടരുത്. ഗവി എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വളരെ മൈനറായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് താമസിക്കുന്നത്. അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഇവിടെ വന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോവുക. അതാണ് നമ്മുടെ ഗവൺമെൻറ്റും ബാക്കിയുള്ള ആൾക്കാരും എല്ലാം നോക്കുന്നത്. ചിരിക്കുന്നു, പക്ഷെ നമ്മൾ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ആഹാരമാണ് ഉച്ചയ്ക്ക് ഇവിടെ സെർവ് ചെയ്യുന്നത് അല്ലേ? അജിന് എങ്ങനെയുണ്ട് സദ്യ? വളരെ നല്ലതാണ്. നമ്മൾ ആ കൊടുക്കുന്ന പൈസക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഒരു അയില വറുത്തതുണ്ട്, ചമ്മന്തിയുണ്ട്, പാഴക്ക മെഴുക്കോട്ടിയുണ്ട്. ഭയങ്കര ഞാൻ തീർത്ത് ഇപ്പോഴേ കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു.
നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യമില്ല, വെറുതെ അതിന് വേണ്ടി മെനക്കെടേണ്ട കാര്യമില്ല. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറച്ച് പേര് കഴിക്കുന്നുണ്ടായിരുന്നു. അവർ കാണിച്ചിട്ട് പോയ വേലയാണ് ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ ഇട്ടേക്കുന്നു. ഇതുപോലെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, പ്ലാസ്റ്റിക് കവറുണ്ട്, ഫുൾ അവർ ഫുഡ് വേസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് അവർ ഇവിടെ ഇട്ടാണ് പോയേക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അതാത് സ്ഥലത്ത് ഡസ്റ്റ്ബിൻസ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ഇതുണ്ടോ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കാറിൻ്റെ മുണക്കി നിന്നാണ് കഴിച്ചത്. നമ്മൾ ആ വേസ്റ്റ് കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. അതിൻ്റെ ചെറിയ രീതിയിൽ കാറിലൊക്കെ ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമ്മുടെ തന്നെ വാഹനമായതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. നമുക്കത് നമ്മൾ കഴിച്ച വേസ്റ്റ് അത്രയും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഡിസ്പോസ് ചെയ്തുകൊണ്ടത്. നമ്മളെ കൂട്ട് തന്നെ ക്ലീൻനെസ് അവകാശമുള്ള ആൾക്കാരാണ് നമ്മുടെ കാട്ടിലുള്ള ജീവികളും അതുപോലെ തന്നെ അതിന് അനുബന്ധമായിട്ടുള്ള ആൾക്കാരും. നമ്മളത് ഡിക്കിയിൽ അത് വെച്ച് നമ്മൾ ആ ഡസ്റ്റ്ബിൻ ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആ ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും. ഇത് അത് ഞാൻ തുറന്നുള്ളൂ, അത് കുഴപ്പമില്ല. ഇത് കൃത്യമായ രീതിയിൽ കെട്ടി അത് എന്താണെന്ന് വെച്ചാൽ അത് കെട്ടുന്നതെന്ന് വെച്ചാൽ അത് വേറെ രീതിയിലും അത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്കാണെങ്കിലും നമ്മുടെ വണ്ടിയിലാണെങ്കിലും പുറത്താണെങ്കിലും അത് കൃത്യമായ രീതിയിൽ അത് കെട്ടി അത് നമ്മൾ അതിന് വേണ്ട സ്ഥലത്ത് അതൊരു ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം കാണും, ഡസ്റ്റ്ബിൻ കാണും, അവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നാൽ അത് ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും അത് പ്രായഭേദമില്ല, അത് ആരായാലും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വെള്ളം കയ്യിൽ തീർന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് ഇവിടെ വന്നു. പക്ഷേ അതത്ര നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരുന്നില്ല. കാരണം ആനയൊക്കെ എപ്പോഴും വന്നിട്ട് വെള്ളം കുടിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വെള്ളം എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങുമ്പോഴാണ് നമുക്ക് ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ക്ലൈമറ്റ് ആകെ മാറി മറിഞ്ഞത്. പിന്നെ അങ്ങോട്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡാമായ ആനത്തോട് ഡാം. നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ആനത്തോട് ഡാം. ഇതും അത്യാവശ്യം കക്കി ഡാം പോലെ തന്നെ, കക്കി ഡാമിനേക്കാളും വലിയൊരു ഡാം എന്ന് തന്നെ പറയാം. കാരണം അതെ, ഇതായിരുന്നു നമ്മൾ ഈ ഒരു റൂട്ടിൽ പോകുന്നതിൽ കാണുന്നതിൽ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ആനത്തോട് ഡാമാണ്. അടിപൊളി വ്യൂ ആണത്. നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ആനത്തോട് ഡാമിൻ്റെ ഒരു റിസർവോയറിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ക്ലൈമറ്റൊക്കെ ആകെ മാറി മറിഞ്ഞ് ദൂരെ വലിയ മലനിരകളിലേക്ക് വ്യൂസൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ടേക്ക് പോയി. ആ സൈഡൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശബരിമലയുടെ ആ ഒരു മലനിരകളാണ്, ആ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ കുറേ ഓപ്പൺ സ്പേസസിൽ വരും. അപ്പോൾ ഈ ഒരു ഓപ്പൺ സ്പേസസിലാണ് നമുക്ക് കൂടുതലായിട്ടും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റൂട്ടിലൊക്കെ പോകുമ്പോൾ വളരെ പയ്യെ പോകുക. അതുപോലെ തന്നെ മേളിലേക്കൊക്കെ ചുറ്റും ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആനിമൽസിനെയൊക്കെ നമുക്ക് സൈറ്റ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഒരുപാട് മ്ലാവുകളെയും ഒക്കെ കണ്ടിരുന്നു. ആ ഒരു മഴക്കോളൊന്ന് വന്നിട്ട് ആ ഒരു ക്ലൈമറ്റിനെ ഒന്ന് തണുപ്പിച്ചെങ്കിലും മഴയൊന്നും നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് ആഗ്രഹിച്ചു. പക്ഷെ ആ ഒരു മഴയെ നമുക്ക് കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത്ഭുതം സംഭവിച്ചു. അങ്ങനെ ആ ഒരു മഴയൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോഴാണ് ദൂരെ ആ മലയുടെ മുകളിൽ ഞങ്ങൾ വലിയൊരു കൂട്ടം മ്ലാവുകളെ കണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് വെറുതെ ഒന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ അരുവികളിൽ ഇതുപോലുള്ള ചെറിയ അരുവികൾ കാര്യങ്ങളായിരുന്നു ഞങ്ങൾ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അങ്ങനെ നമുക്ക് ആ ഒരു മഴ അടിപൊളി, നമ്മൾ ആ ഒരു പെരിയാർ ടൈഗർ റിസർവിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് അടിപൊളി ഒരു മഴ അങ്ങോട്ട് കിട്ടി. അതിനുശേഷം നമ്മൾ ഈ ഒരു പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തും. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഒരു പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട്. നമുക്ക് ആനത്തോട് ഡാം കഴിഞ്ഞിട്ട് ഒരു 85 രൂപയുടെ പാസും കൂടെ നമുക്ക് എടുക്കേണ്ട വരും. അത് നമുക്ക് ഓൺലൈനിലല്ല എടുക്കുന്നത്, എല്ലാവരും ക്യാഷായിട്ട് 85 രൂപ ക്യാഷായിട്ട് കൈ കരുതുക. നമുക്ക് ഗൂഗിൾ പേയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ പുതിയൊരു പാസ്സാണ്. എല്ലാവരും 85 രൂപ കൈ ക്യാഷായിട്ട് കരുതുക. അത് ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അവിടെ അവർക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഭാവിയിൽ അത് വരാതിരിക്കും. അപ്പം അത് നോക്കുക. ഓക്കെ. അങ്ങനെ പെരിയാർ ടൈഗർ റിസർവ്, അതായത് പെരിയാർ ടൈഗർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ തൊട്ടാണ് നമുക്ക് ആനിമൽ സൈറ്റിങ് കൂടുതലായിട്ടും കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ആനയെ കാണാൻ സാധിച്ചില്ല. നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പമ്പ ഡാമിൻ്റെ ഒരു റിസർവോയറാണ്. പക്ഷെ നമ്മൾ പമ്പ ഡാമിന് മേളിൽ കൂടെ പോകുന്നില്ല, പക്ഷെ നമ്മൾ പമ്പ ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ കേരളത്തിൽ ഏത് മലയുടെ മുകളിൽ പോയാലും നമ്മുടെ ഈ ഒരു ഓർഡിനറി KSRTC ബസ് ആ ഒരു ടേൺ എടുത്ത് വരുന്നത് കാണാൻ എങ്ങനെ പോയാലും ഒരു അഴക് തന്നെയാണ്. ഇനിയാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ലൊക്കേഷനിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ ഗവി. പർവ്വതങ്ങളെ ചുറ്റിപ്പുണർന്ന് മൂടൽ മഞ്ഞിനെയും പച്ചയുടെ എല്ലാ തീവ്രതകളെയും തൻ്റെ പക്കൽ ഒളിപ്പിച്ചിട്ടുള്ളൊരു പ്രദേശമാണ് ഗവി. ആ ഒരു ഗവിയിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഗവിയിലേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മയിലിനെ ഒരു സൈറ്റിങ് നമുക്ക് കിട്ടി. ഭയങ്കര രസമായിരുന്നു. കാരണം ഗവിയിലേക്ക് നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്തപ്പോൾ തന്നെയായിരുന്നു ഈ ഒരു മയിലിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചത്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇവിടം തൊട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ ഗവിയിലെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഗവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഒരു വില്ലേജാണ്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളും, അതുപോലെ ലോഡ്ജുകൾ, ജംഗിൾ ഉള്ളിൽ സ്റ്റേയും കാര്യങ്ങളും, ഓവർനൈറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കോണ്ടാക്റ്റ് കാര്യങ്ങളില്ല. ഒരു പക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ ആ ഒരു ഗവിയിലേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്ലൈമറ്റൊക്കെ കോടയൊക്കെ വന്ന് നമ്മൾ നോർമലി ഒരു ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോഴുള്ള എല്ലാ സൗന്ദര്യവും, ആ ഒരു കാറ്റും ആ ഒരു കോടയും മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് ഗവി നമ്മളെ ഇങ്ങനെ റിലാക്സ് ചെയ്യിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ കടകളും കാര്യങ്ങളൊന്നും ഗവിയിൽ അങ്ങനെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഗൂഡരിക്കൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ലാസ്റ്റുള്ള വളക്കടവ് ചെക്ക് പോസ്റ്റ്, അതായത് ഗവി കഴിഞ്ഞുള്ള ചെക്ക് പോസ്റ്റിൽ ഏകദേശം ഒരു 6 മണിക്ക് മുന്നേ തന്നെ നമ്മൾ എത്തണം. അപ്പോൾ ആ ഒരു ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിരുന്നാൽ പോലും ഒരു 80 കിലോമീറ്റർ നമുക്ക് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം മാനേജ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കണം. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും ഒരു 6:15 ആയിരുന്നു. നമുക്ക് ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഓഫീസറിൻ്റെ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. കാരണം നമ്മളിങ്ങനെ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് എല്ലായിടത്തും നിർത്തി പോകുമ്പോഴത്തേനും സമയം പോകുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ അറിയില്ല. അതങ്ങനെയാണല്ലോ. ഗവിയിലെത്തുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട എന്തെങ്കിലും സ്റ്റേഷനറി സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ ഈ ഒരു കട നിങ്ങൾക്ക് നോക്കാം. കാരണം ഇത് ഗവൺമെൻറ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഷനറി ഷോപ്പാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം കാര്യങ്ങളും അതുപോലെ തന്നെ ഫോൺ പേ, ഗൂഗിൾ പേ അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾ കയ്യിൽ കാശ് കരുതുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ചിലപ്പോൾ റേഞ്ച് കട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ വട്ടവടയൊക്കെ പോകുന്ന പോലെ ഒരു അനുഭവമാണ് ഗവിയിൽ നിന്ന് ഞാൻ ഒരു വില്ലേജിൽ എത്തുമ്പോൾ. കാരണം അതുപോലെയൊക്കെ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാളും ചിലപ്പോൾ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഉള്ള കൃഷിപ്പാടങ്ങളും കൃഷികളും കാര്യങ്ങളും ഏലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ആ ഒരു തണുപ്പത്ത് നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടീ ഷോപ്പിൻ്റെ ഒരു ബോർഡ് കാണാനായിട്ട് ഇടയായത്. നമ്മൾ ആരോടെങ്കിലും അവിടെ വരുന്ന വഴിക്ക് ഒരു ചായക്കടേനെ പറ്റി ചോദിക്കുവാണെങ്കിലും നമുക്ക് ഈ ഒരു ചായക്കട ആയിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഈ അമ്മൂമ്മ 1987 ഗവിയിൽ എത്തിയതാണ്. അത്യാവശ്യം 90 വയസ്സിന് മേലെ പ്രായമുണ്ട്. എന്നിരുന്നാൽ പോലും അത്രയും വർഷമായിട്ട് ഗവിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കാനും ഗവിയെപ്പറ്റി കൂടുതൽ അറിയാനും ഒക്കെ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഈ കാണുന്ന ഒരു പൂവും കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ അവർ നട്ടുപിടിച്ച് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഗാർഡൻ തന്നെ അവിടെ
ആ ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗവിയുടെ ആ ഒരു തണുപ്പത്ത് ആ ഒരു കട്ടനൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ആ ഒരു ചേട്ടനോട് സൊറയൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്നു. ഈ പുള്ളീനെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഇവിടെ ഗവി നമ്മുടെ വണ്ടിപ്പെരിയാർ പോകുന്ന റൂട്ടിലാണ് പുള്ളിയുടെ വീട്. അഡ്രിൻ ടീ ഷോപ്പ് എന്നാണ് എൻ്റെ പേര്. ആക്ച്വലി നിങ്ങൾ ഒരു പെട്ടെന്നുള്ളൊരു യാത്രയാണെങ്കിൽ വണ്ടിപ്പെരിയാർ വഴി വരുവാണെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിക്കുവാണെങ്കിൽ മീൽസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ റെഡിയാക്കി തരും. അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബേസിക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പുള്ളി ചെയ്തു തരും. അത്യാവശ്യം നീറ്റാണ്, കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തന്നെ പുള്ളി വളരെ മാന്യമായ രീതിയിൽ ചെയ്തു തരും. പ്രൈസ് റീസണബിൾ ആണ്. നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്യുന്നതാണ്. തങ്കപ്പൻ എന്നാണ് പേര്. അപ്പം എങ്ങനെയാ എല്ലാം ഓക്കെ എല്ലാം പുള്ളി ചില്ലാണ്, ആള് ചില്ലാണ്. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഓക്കെ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3398 അടി ഉയരത്തിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. ഗവി ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന എക്കോ ടൂറിസം ആകുകയും പെരിയാർ ടൈഗർ റിസർവ്, റാന്നി റിസർവ് ഫോറസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് വനപരിപാലന സംവിധാനങ്ങൾക്കുപരി ടൂറിസ്റ്റ് ഫെസിലിറ്റികളും നടത്തിപ്പെടുകയും ചെയ്യുന്നു. ഗവി സാധാരണയായി പലപ്പോഴും അജ്ഞാതമായൊരു വനമെന്ന നിലയിൽ കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും നമ്മുടെ ഒരു ഓർഡിനറി സിനിമയുടെയൊക്കെ ഷൂട്ടിങ്ങിന് ശേഷമാണ് ഇത്രയും വലിയ ജനപ്രിയ ടൂറിസം കേന്ദ്രമായിട്ട് നമ്മുടെ ഒരു ഗവി മാറിയത്. ഇപ്പം നമ്മുടെ ഒരു ഗവി ഡാമിന് മുന്നേ, അതായത് ഗവി ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ എത്തുമ്പോഴത്തേനാണ് നമ്മുടെ ഈ ഒരു കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഈ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികളെയും കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോവും, ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. എല്ലാം വളരെ സേഫായിട്ട് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ പയ്യെ മുന്നോട്ടേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ ആ ഒരു ഗവി ഡാമിലേക്ക് എത്തുന്നത്. ഈ ഒരു ഡാമും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതും കുറച്ച് സ്ട്രെയിറ്റ് അല്ല, കുറച്ച് ഒരു ആർച്ച് ഡാം പോലെയാണ് നമ്മുടെ ഒരു ഗവി ഡാം ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ആർച്ച് ഡാം തന്നെയാണെന്നാണ് എൻ്റെ ഒരു ആർച്ച് ഡാം തന്നെയാണ് പറയപ്പെടുന്നത് ഗവി ഡാമിനെ. അപ്പോൾ ആ ഈ ഒരു ഡാമിൽ എത്തിയപ്പോഴാണ് ശരിക്കും ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം കോടയൊക്കെ മൂടിയിട്ട് ഗവി ഞങ്ങളെ അടിപൊളി ഒരു വെൽക്കമിങ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് തന്നത്. കാരണം ഈ ഒരു വീഡിയോയിൽ ഇരുന്ന് പറയുമ്പോൾ പോലും എനിക്ക് ആ ഒരു ഗൂസ് പംസ് ഫീൽ ചെയ്യുന്നുണ്ട് ഗവിനെ പറ്റി പറയുമ്പോൾ. കാരണം അത്രയധികം ക്ലൈമറ്റൊക്കെ അങ്ങോട്ട് മാറി നല്ല കോടയും മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു റോഡൊക്കെ ഫുള്ള് കോടയടിച്ച് ചുറ്റുമുള്ള മലകളിൽ നിന്നൊക്കെ കോട ഇങ്ങനെ ഇറങ്ങി വന്ന് ഗവി മൊത്തത്തിൽ നമ്മൾ വരുമ്പോഴൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഗവിയിൽ വന്നപ്പോഴത്തേനും ക്ലൈമറ്റൊക്കെ ആകെ മാറി. അങ്ങനെ നമ്മൾ ആ ഒരു സിനിമയിൽ കാണുന്ന ബസ് പോകുന്ന ഒരു റൂട്ടൊക്കെയാണ് ഇത്. ഭയങ്കര രസമാണ് ഈ ഒരു റൂട്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു വ്യൂ പോയിന്റ് എത്തിയത്. ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഈ ഒരു റൂട്ടിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ പോയിന്റ്സ് ആണ് ഇത്. അതായത് നമ്മുടെ ഒരു ശബരിമല വ്യൂ പോയിന്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ദൂരെ കാണുന്ന മലകൾ ശബരിമല മലനിരകളാണെന്നാണ് അവിടുന്ന് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആയിരിക്കണം, കാരണം നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും ഗവിയുടെ ഒരു അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ശബരിമല തന്നെയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ റോഡൊക്കെ കംപ്ലീറ്റ് വേക്കൻ്റ് ആയിട്ട് ഞങ്ങൾ മാത്രമായി ആ ഒരു ഏരിയയിലൊക്കെ. പക്ഷെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഞങ്ങളെ കാണുകയും ഒരുപാട് സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തരുമൊക്കെ ചെയ്തായിരുന്നു. പത്തനംതിട്ടയിൽ എന്താണുള്ളത് എന്നുള്ള ചോദ്യം കുറേ കേട്ടിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. കണ്ടോളൂ, കൺകുളിർക്കെ കണ്ടോളൂ ഞങ്ങളുടെ ഗവിയെ. കാരണം അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് എന്ന് തന്നെ പറയാം ഗവിനെ പറ്റി. കാരണം ഇത്രയധികം റിച്ചായിട്ട് നമ്മുടെ കാടും വനസംരക്ഷണവും കാര്യങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതും അധികം പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സ്ഥലം ഇത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് നിലനിൽക്കുന്നതും.
എല്ലാ കാലത്തും വരുന്ന തലമുറകൾക്കും എല്ലാം കാണാനായിട്ട് ഈ സ്ഥലങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും കരുതലും ഒരു സംരക്ഷണം പോലെ തന്നെ ഇരിക്കും ഈ കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങളെല്ലാം വരുമ്പോഴാണെങ്കിലും ഈ ഒരു പ്രകൃതിക്ക് മോശമായിട്ടൊരു കാര്യവും ചെയ്യാതെ തന്നെ തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കണം. പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും അവിടെ ഇടരുത്. നമുക്കെല്ലാം അതാത് സ്ഥലങ്ങളിൽ പിന്നെ ആളും ഇടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ഗവി റൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിപ്പോകും. കാരണം ഇതുകൊണ്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലേറ്റായി പോയത്. ഇടയ്ക്ക് ഓരോ ഫ്രെയിം കാണുമ്പോഴും അതൊന്നും ഷൂട്ട് ചെയ്യാതെ ഒന്നും എടുക്കാതെ എങ്ങനെയാ പോകുന്നതെന്നുള്ളൊരു തോട്ടിലായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ബാക്ക് സൈഡിലെ ഒരു മലയിൽ നിറച്ചും വലിയ കാട്ടുപോത്തുകളുടെ ഒരു സൈറ്റിങ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ വലിയൊരു ആനയുടെ അത്രയും ഉള്ള ടൈപ്പാണ് ആ ഒരു കാട്ടുപോത്തിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മലകളെയൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഗവിയുടെ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റായ വളക്കടവിനെ ലക്ഷ്യം ആക്കി മുന്നോട്ടേക്ക് നീങ്ങി. തിരിച്ചുള്ള ഈ ഒരു റോഡ് തൊട്ട് നമുക്ക് അത്യാവശ്യം നല്ല ടാറിങ്ങുള്ള റോഡ് കിട്ടും. നമുക്ക് അത്യാവശ്യം കുറച്ച് നാരോ ആയിട്ടുള്ള റോഡാണ്, പക്ഷേ ഒരുപാട് സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു റോഡ് കൂടിയാണ്. ഞങ്ങൾ പോയപ്പോഴൊക്കെ നമ്മൾ വിൻഡോ ഒക്കെ തുറന്നിട്ടായിരിക്കുമല്ലോ കൂടുതലും പോകുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ആനകളുടെ ഒരു സ്മെല്ല് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാടിൻ്റെ ഇടയ്ക്ക് അവരെ സൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോകുമ്പോൾ വളരെയധികം ഒബ്സർവ് ചെയ്ത് തന്നെ വേണം പോകാൻ. കാരണം നമുക്ക് ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ കൂടുതൽ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് വേറൊരു ആക്ടിവിറ്റി ഒന്നുമില്ല. യാത്ര തന്നെയാണ് പ്രധാനം. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ പോകുന്ന ഓരോ കാടിനെയും ശ്രദ്ധിക്കുക, ഓരോ കാടിൻ്റെ ഉള്ളിലേക്കും കണ്ടുപോവുക. എങ്കിലും മാത്രമേ പലതരം മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാൻ സാധിക്കുള്ളൂ. കാരണം ഏകദേശം 260 മേളിൽ വിവിധ തരത്തിലുള്ള പക്ഷികളാണ് ഈ ഒരു ഗവി ഫോറസ്റ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി കിളികളൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നിൻ്റെയും പേരറിയില്ല, കാരണം നമുക്കെല്ലാം പുതുമയുള്ള പുതിയ പുതിയ പക്ഷികളായിരുന്നു എല്ലാം. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക് ഈ ഒരു യാത്രയിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഒബ്സർവേഷൻ്റെ ആ ഒരു കഴിവ് കുറച്ച് ഷാർപ്പാക്കി വെക്കുക ഈ ഒരു റൂട്ടിൽ കയറുമ്പോഴത്തേക്കിനും. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റൂട്ടിൽ കയറി കഴിഞ്ഞാൽ വളരെയധികം കെയർ ചെയ്തും കൂടി വേണം പോകാനായിട്ട്. ഈ ഒരു ഹമ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് തന്നെ വൈൽഡ് ലൈഫ് ക്രോസിങ്ങിന് ഒരുപാട് ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വളരെ പയ്യെ തന്നെ വണ്ടി ഓടിക്കുക. പെട്ടെന്ന് ഒരു ആന വല്ലതും ഫ്രണ്ടിൽ വന്നാൽ തന്നെയും വണ്ടി നിർത്തി അത് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഹോൺ അടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ദീർഘനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഗവി, നമ്മുടെ പത്തനംതിട്ടയുടെ സ്വന്തം ഗവിയിലെത്തണം, സ്ഥലങ്ങൾ കാണണം എന്നൊക്കെയുള്ളത്. അതെല്ലാം അതിൻ്റെ ഏറ്റവും തീവ്രമായ ഭംഗിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിഞ്ഞു. അതായത് ഞങ്ങൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് കോടയും മഞ്ഞുമായിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ ഒരുപാട് ലേറ്റ് ആവാതിരിക്കുക, ഒരു 10 മിനിറ്റ് പോലും ലേറ്റ് ആവാതിരിക്കുക. ഞങ്ങളൊരു 10 മിനിറ്റ് മാത്രമാണ് ലേറ്റായത്, എന്നിട്ട് കൂടി ഞങ്ങൾക്ക് ആ ഒരു വഴക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മാക്സിമം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. ലിങ്കും കാര്യങ്ങളും കോൺടാക്ട് നമ്പേഴ്സും എല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ലാസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് വരുന്ന വളക്കടവ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും കൃത്യമായ സമയത്ത് എത്താനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു യാത്ര വിവരമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.